വെൽക്കം ടു മൈമാസ് കുക്കിംഗ് ക്ലാസ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് ബാംഗ്ലൂരിലൊക്കെ വളരെ പോപ്പുലർ ആയിട്ടുള്ള ദൊണ്ണെ ബിരിയാണിയുടെ റെസിപ്പിയാണ്. ദൊണ്ണെ എന്ന് പറയുന്നത് നമ്മുടെ ഉണങ്ങിയ വാഴയില വെച്ചിട്ടുണ്ടാക്കുന്ന ഒരു ബാസ്ക്കറ്റാണ്. ഈ ബാസ്ക്കറ്റിലാണ് യൂഷ്വലി ബിരിയാണി സെർവ് ചെയ്യാറ്. അപ്പോൾ ഇന്ന് ദൊണ്ണെ ബിരിയാണിയുടെ റെസിപ്പി നമുക്ക് കാണാം. ദൊണ്ണെ ബിരിയാണി നമ്മൾ ചിക്കൻ വെച്ചിട്ടും മട്ടൺ വെച്ചിട്ടൊക്കെ ഉണ്ടാക്കും. ഇന്ന് നമ്മൾ ചിക്കൻ വെച്ചിട്ടുള്ള ബിരിയാണിയാണ് ചെയ്യുന്നത്. അതിനായിട്ട് ഞാൻ 600 ഗ്രാം ചിക്കനാണ് എടുത്തേക്കുന്നത്. കറി കട്ട് ഒരു മീഡിയം സൈസിലാണ് നമ്മൾ കട്ട് ചെയ്യേണ്ടത്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ്, ഒരു നാരങ്ങയുടെ പകുതി അതിൻ്റെ ജ്യൂസ് ഇട്ടൊന്ന് നന്നായിട്ട് മാരിനേറ്റ് ചെയ്യുക. നമ്മൾ ഈ നാരങ്ങയായിട്ട് പുരട്ടുന്നത് മെയിൻലി ചിക്കൻ്റെ ഒരു സ്മെല്ലുണ്ടല്ലോ, അതൊന്നും ഉണ്ടാകത്തില്ല. പ്ലസ് ചിക്കൻ പെട്ടെന്ന് കുക്കാവാൻ ഹെൽപ്പ് ആവും, ടെൻഡർ ആക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും നാരങ്ങയൊക്കെ. ഇതൊന്ന് കവർ ചെയ്ത് നമുക്കൊരു 15 മിനിറ്റ് മിനിമം, അരമണിക്കൂറൊക്കെ കിട്ടിയാൽ നല്ലത്. മാരിനേറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ ദൊണ്ണെ ബിരിയാണി നമുക്ക് സാധാരണ ഏത് പാത്രത്തിലും ഉണ്ടാക്കാം. ഞാൻ ഇന്ന് കുക്കറിലാണ് ചെയ്യുന്നത്. അത് മോർ ഈസിയറാണ്. അപ്പോൾ നമുക്ക് പിന്നെ ദം ചെയ്യേണ്ടതെന്ന് ആവശ്യമില്ല, ഡയറക്റ്റ് കുക്കറിൽ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം കുക്കർ ഹീറ്റ് ചെയ്യാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ, 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കാം. എണ്ണയും നെയ്യും നന്നായിട്ട് ചൂടാകുമ്പോൾ നമുക്കിനകത്ത് കുറച്ച് സ്പൈസസ് ഇടണം. ഒരു ചെറിയ കഷ്ണം സിനമൺ, ഒരു 4 ഏലക്ക, 4-5 ഗ്രാമ്പൂ, മെയ്സ്, ജാതിക്കയുടെ മെയ്സ് ഒരു ചെറിയ പകുതി ഇട്ടിട്ടുള്ളൂ, തക്കോലം അല്ലെങ്കിൽ സ്റ്റാർ അനീസ്. കൂടാതെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം, ഷാജീരകം 1/4 ടീസ്പൂൺ, സ്റ്റോൺ ഫ്ലവർ അല്ലെങ്കിൽ കൽപ്പാസി എന്ന് പറയും, ഇതാണ് ഇതിൻ്റെ ഫ്ലേവർ, അത് ഒരെണ്ണം. നമ്മൾ ചെറിയൊരു ക്വാണ്ടിറ്റിയാണ് ഉണ്ടാക്കുന്നത്. ബേ ലീഫ് 2 എണ്ണം. അപ്പം നല്ല ഒരു മണം വരും, പ്രത്യേകിച്ച് കൽപ്പാസിയുടെ ഒക്കെ നല്ലൊരു ഫ്ലേവർ വരും. ആ സമയത്ത് ഇതിലേക്ക് സവോള, സ്പൈസസിൻ്റെ നല്ല മണം വന്നു കഴിയുമ്പോൾ ഇടാവും. ഒരു വലിയ സവോളയാണ്, പക്ഷെ 1 കപ്പ് ഉണ്ടാവും, അതിനകത്തേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ സവാള കുക്ക് ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ കുറച്ച് ഉപ്പും കൂടെ അതിൻ്റെ കൂടെ ഇടാം. അപ്പോൾ ഇത് കുറച്ച് നേരം ഒന്ന് സോട്ട് ചെയ്യുക. നമ്മൾ ഒത്തിരി ബ്രൗൺ ആവേണ്ട ആവശ്യമില്ല, കുറച്ച് നേരം ഒന്ന് കുക്ക് ചെയ്യുക. 2-3 മിനിറ്റ് ഒന്ന് ഹൈ ഫ്ലെയിമിലൊന്ന് സോട്ട് ചെയ്യുക. സവാള ഇട്ട് 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ കുക്ക് ചെയ്ത ശേഷം ഇതിനകത്തേക്ക് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചേർക്കാനുണ്ട്. വെളുത്തുള്ളി ചതച്ചെടുത്തതാണ് 3/4 ടേബിൾ സ്പൂൺ, ഇഞ്ചി ചതച്ചത് ഇതേപോലെ തന്നെ 3/4 ടേബിൾ സ്പൂൺ. നന്നായിട്ടൊന്ന് വഴറ്റുക. ഇതിനൊപ്പം തന്നെ പച്ചമുളക്, അത് മെയിൻ ഫ്ലേവർ എന്ന് പറഞ്ഞാൽ പച്ചമുളകാണ്. അപ്പോൾ പച്ചമുളക് ഞാൻ എടുത്തേക്കുന്നത് 8 പച്ചമുളകാണ്. അതിനൊപ്പം തന്നെ ഒരു 4 ചുമന്നുള്ളിയും കൂടെ ഒരുമിച്ച് അരച്ചേക്കുന്ന പച്ചമുളക് 8 എണ്ണവും ഒരു 4-5 ചുമന്നുള്ളിയും കൂടെ ഒരുമിച്ച് അരച്ചെടുക്കുക. അതുകൂടി ഇതിനകത്തേക്ക് ചേർക്കാം. അത് മുളക് പൊടിയൊന്നും ചേർക്കത്തില്ല. അപ്പോൾ എത്ര എരിവ് വേണോ അതിനനുസരിച്ച് പച്ചമുളക് ചേർക്കുക. ഇനി ഇതിൻ്റെ എല്ലാം പച്ചമണം ഒന്ന് മാറണം, അതുവരെ ഒന്ന് സോട്ട് ചെയ്യുക. വെളുത്തുള്ളി ഇഞ്ചിയുടെയൊക്കെ പച്ചമണം മാറിക്കഴിയുമ്പോൾ ഇതിനകത്തേക്ക് ഒരു ടൊമാറ്റോ, ഒരു ചെറിയ ടൊമാറ്റോ ആണ്, അത് സ്ലൈസ് ചെയ്തത് ഇവിടെ ആഡ് ചെയ്യുക. നമ്മൾ ഉണ്ടാക്കുമ്പം ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇടുമ്പോൾ സ്റ്റീൽ പാത്രത്തിലാകുമ്പോൾ അത് അടുക്കി പിടിക്കും. അങ്ങനെ വരുമ്പോൾ എപ്പോഴും കുറച്ച് വെള്ളം ഇടയ്ക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടൊന്ന് സ്ക്രൈപ്പ് ചെയ്തങ്ങ് കൊടുത്താൽ മതി. ജിഞ്ചർ പേസ്റ്റ് ചേർക്കുമ്പോൾ എപ്പോഴും ആ ഒരു പ്രോബ്ലം വരാറുണ്ട്. അപ്പോൾ എപ്പോഴും ഒന്ന് കുറച്ച്, നോൺ സ്റ്റിക്ക് ആണെങ്കിൽ പ്രോബ്ലം ഇല്ല, അല്ലാത്ത പാത്രങ്ങളിലാകുമ്പോൾ അടുക്കി പിടിക്കുകയാണെങ്കിൽ ഇങ്ങനെ കുറച്ച് വെള്ളം ഒഴിക്കുക, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇതെല്ലാം വഴന്ന് വരുന്ന സമയം കൊണ്ട് കുറച്ച് മല്ലിയില, പുതിനയില അത് അരച്ചെടുക്കാനായിട്ടുണ്ട്. ഞാൻ ഇവിടെ എടുത്തേക്കുന്ന 1/2 കപ്പ് മല്ലിയില, പുതിനയില കുറച്ച്, ചെറിയ പിടി,
ഒന്ന് അരച്ചെടുക്കുക. അപ്പോൾ ഇത് ചെറിയ ക്വാണ്ടിറ്റി ആയതുകൊണ്ട് നല്ല സ്മൂത്തായിട്ട് അരിഞ്ഞിട്ടില്ല. ഞാൻ കുറച്ച് വെള്ളം കൂടെ ചേർക്കുകയാണേ. മതി, നന്നായിട്ട് സ്മൂത്തായി. അപ്പോൾ നമുക്കിനി ഇവിടെ ഇടാനുള്ളത്, ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഇടാനുള്ളത് ഇടാം. ഇതിനകത്തേക്ക് കസൂരി മേത്തി, 1 ടീസ്പൂൺ കസൂരി മേത്തി ഇടാം. 1/4 ടീസ്പൂൺ ജീരകം പൊടി, 1/4 ടീസ്പൂൺ. 1/4 ടീസ്പൂൺ തന്നെ ഫെനൽ പൗഡർ, പെരുംജീരകം പൊടിച്ചത് 1/4 ടീസ്പൂൺ. ഇനി ഇതിലേക്ക് നമുക്ക് മല്ലിപ്പൊടിയും കൂടെ ചേർക്കാനുണ്ട്. മല്ലിപ്പൊടി നമുക്ക് ഒരു 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതിനകത്തേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ചിക്കൻ ആഡ് ചെയ്യാം. ചിക്കനെ ഹൈ ഫ്ലെയിമിൽ ഒരു 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിലൊന്ന് കുക്ക് ചെയ്യാം. മസാല എല്ലാം അതിനകത്തേക്ക് പിടിക്കാനും ചിക്കൻ നല്ല ടെക്സ്ചർ കിട്ടാനായിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഹൈ ഫ്ലെയിമിൽ 2 മിനിറ്റ് കുക്ക് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് അരച്ച് വെച്ചേക്കുന്ന മിക്സ്ചർ, മല്ലി പുതിനയുടെ മിക്സ്ചർ ഇതിനകത്തേക്ക് ചേർക്കാം. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് മിക്സി ജാറിലേക്ക്. ആ വെള്ളം കൂടി ഇതിനകത്തേക്ക് ചേർക്കാം. നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്യുന്നിടത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടല്ലോ, അത് മാത്രമേ ഇട്ടുള്ളൂ. ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ എക്സ്ട്രാ ആഡ് ചെയ്യാനായിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കാം. അപ്പോൾ നമ്മൾ മിക്സി ജാറ് കഴുകി ഒഴിച്ച വെള്ളം ഉണ്ടല്ലോ, അതൊന്ന് ഇറച്ചിയിലേക്ക് കോട്ടഡ് ആവുന്ന വരെ ഒന്ന് ഹൈ ഫ്ലെയിമിൽ തന്നെ ഒന്ന് കുക്ക് ചെയ്യാം. ഇപ്പം വെള്ളം എല്ലാം ഡ്രൈ ആയി. ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ വെള്ളമില്ല, എല്ലാം അരപ്പൊക്കെ നല്ല തിക്കായിട്ട് കോട്ടഡായിട്ടാണ് ഇരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് വെള്ളം ആഡ് ചെയ്യണം. നമ്മൾ എത്ര റൈസാണോ എടുക്കുന്നത്, റൈസിൻ്റെ ഇപ്പോൾ 1 കപ്പ് റൈസിന് 1.5 കപ്പ് വെള്ളമാണ് ഇപ്പോഴും വേവാനായിട്ട് വേണ്ടത്. നമ്മൾ വെള്ളം ഒഴിച്ച് കഴിയുമ്പോൾ ചിക്കനിൽ നിന്നുള്ള വെള്ളം ഇറങ്ങുമല്ലോ, അതിന് കണക്കാക്കി 1 കപ്പ് വെള്ളം ഒഴിക്കുക. ഇനി 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ 10 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. നമ്മൾ 10 മിനിറ്റാണ് ഹൈ ഫ്ലെയിമിൽ കുക്ക് ചെയ്തു. ഈ സമയത്ത് നിങ്ങൾ എടുത്തിട്ട് ചിക്കൻ മാറ്റിയിട്ട് വെള്ളം ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മൾ 1 കപ്പിന് 1.5 കപ്പ് കണക്കിൽ വെള്ളം കാണണം. ഇല്ല എങ്കിൽ ക്വാണ്ടിറ്റി എക്സ്ട്രാ ഒഴിക്കുക കേട്ടോ. ഞാൻ ഇതിലേക്ക് ഇനി റൈസ് ആഡ് ചെയ്യുവാണ്. ഇവിടെ എടുത്ത് വെച്ചേക്കുന്ന 1.5 കപ്പ് റൈസ്, 300 ഗ്രാം, അപ് ടു 400 ഗ്രാംസ് ഈ അളവിന് ഇടാം. ജീരകശാല റൈസാണേ, ജീര റൈസാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇത് 20 മിനിറ്റെങ്കിലും മിനിമം സോക്ക് ചെയ്യുക. സോക്ക് ചെയ്ത ശേഷം വെള്ളം വാന്നിട്ടാണ് എടുത്തേക്കുന്നത്. ഇനി ഇതിലേക്ക് നാരങ്ങ നീര്, ഒരു ലൈമിൻ്റെ ജ്യൂസ്, ഒന്നല്ല ഹാഫ്, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക.
1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ. ഉപ്പ് ചെക്ക് ചെയ്യുക, ആവശ്യത്തിന് ഉപ്പിടുക. ഞാൻ ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ചേർക്കുകയാണ്. 1/2 കപ്പിൻ്റെ ഒരു കുറവുണ്ടായിരുന്നു, അപ്പോൾ അതുകൊണ്ട് 1/2 കപ്പ് കൂടെ ചേർത്ത് ഹൈ ഫ്ലെയിമിൽ തന്നെ കുക്ക് ചെയ്യുക. ഇനി ഇത് അടച്ച് ഒറ്റ വിസിൽ, ഹൈ ഫ്ലെയിമിൽ ഒറ്റ വിസിൽ വരുമ്പോൾ ഓഫ് ചെയ്യുക. നമ്മൾ ഒരു വിസിൽ വരെ കുക്ക് ചെയ്തു. അതിന് ശേഷം പ്രഷർ മൊത്തം പോകാനായിട്ട് വെയിറ്റ് ചെയ്യുമായിരുന്നു. വെള്ളമെല്ലാം പറ്റി പെർഫെക്റ്റ് ആയിട്ട് ഇരിപ്പുണ്ട്. ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ ചേർത്തു. ആ ചൂടോടെ തന്നെ ചേർക്കുക. ഒത്തിരി നമ്മൾ ചൂടോടെ എടുക്കുമ്പോൾ ഇച്ചിരി കുഴഞ്ഞ പോലെ തോന്നും. അപ്പോൾ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്തിട്ട് എടുക്കുന്നതാണ് നല്ലത്. ഒരു 10-15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്ത ശേഷം എടുക്കുന്നത് ബെറ്റർ. നമുക്കിത് സെർവിങ് ബോളിലേക്ക് മാറ്റാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് യൂഷ്വലി ദൊണ്ണയിലാണ് സെർവ് ചെയ്യുന്നത്. ഡ്രൈഡ് ആയിട്ടുള്ള വാഴയിലക്കകത്ത് ഒരു ബാസ്ക്കറ്റ് പോലെ ഉണ്ടാക്കിയിട്ട് അതിനാണ് ദൊണ്ണയെന്ന് പറയുക. ഇതിവിടെ എനിക്ക് ദൊണ്ണ കിട്ടാനുള്ള സ്കോപ്പൊന്നും ഇല്ല, അപ്പോൾ അതുകൊണ്ട് ഞാൻ ചുമ്മാ വാഴയില വെച്ചിട്ട് ഇങ്ങനെ ആക്കി വെച്ചേക്കുന്നതാണ്. ഇതിലേക്ക് സെർവ് ചെയ്യാം. ബാംഗ്ലൂർ ചിക്കൻ ദൊണ്ണ ബിരിയാണി നിങ്ങളെല്ലാം കണ്ടല്ലോ. വളരെ എളുപ്പത്തിലല്ലേ നമ്മൾ ഉണ്ടാക്കിയത്. ഇത് ഒരു 1 പോട്ട് മീലായിട്ട് സെർവ് ചെയ്യാൻ പറ്റിയ ഒരു ഡിഷാണ്. ഒരുപാട് പാത്രങ്ങൾ എടുത്ത് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, ഒറ്റ പാത്രത്തിൽ ഇതെല്ലാം നടക്കും. അപ്പം ഇടയ്ക്ക് നമുക്കൊരു ചേഞ്ച് വേണ്ടിയപ്പോൾ, സൺഡേയ്സോ അങ്ങനെ ഒരു ചേഞ്ച് വേണ്ടിയപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾ ട്രൈ ഔട്ട് ചെയ്യുക. വളരെ എളുപ്പമാണ്, വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ടേസ്റ്റുമാണ്. അപ്പോൾ സെർവ് ചെയ്യുമ്പോൾ ഇതിനൊരു മുട്ട കൊടുക്കുക, മുട്ട സെർവ് ചെയ്യണം. കൂടാതെ ഒരു ലെമൺ വെക്കുക. അപ്പോൾ ആവശ്യമുള്ളവർക്ക് കൂടുതൽ പുളി വേണമെങ്കിൽ ഒന്ന് ലെമൺ സ്ക്വീസ് ചെയ്തിട്ടാണ് ഇത് സെർവ് ചെയ്യാറ്. അപ്പോൾ അതിൻ്റെ കൂടെ വേണം നിങ്ങൾക്ക് പിക്കിളും സാലഡും ഒക്കെ സെർവ് ചെയ്യാം. നിങ്ങൾ ട്രൈ ഔട്ട് ചെയ്യുക. ട്രൈ ഔട്ട് ചെയ്തിട്ട് നിങ്ങളുടെ കമൻറ്റ്സ് അറിയിക്കുക. നല്ല വീഡിയോസിനായിട്ട് സ്റ്റേ ട്യൂൺ ടു മൈമാസ് കുക്കിംഗ് ക്ലാസ്.